ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഒരു കല്യാണത്തിന് പോകലാണ് കേട്ടോ. ഇത് മിനി വ്ലോഗ് പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനും അച്ചു ഉണ്ട് കേട്ടോ. കുറേ ആളുകളുണ്ട് കൂടെ, ഞാനും അച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതാ ബസ് നേരെ അപ്പുറം വളയ്ക്കാൻ പോവാണ്. അതാ ബസ് വളയ്ക്കാൻ പോയിട്ടുണ്ട്. ബസ് വളച്ച് വന്നിട്ടുണ്ട്. BNG എന്നാണ് കേട്ടോ ബസ്സിൻ്റെ പേര്. അപ്പോൾ അതാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ബസ് പോയി സീറ്റ് പിടിക്കാൻ പോവാണ് ഗൈസ്. ഞാനും വെച്ചുകൊണ്ട് കുറേ ആളുകളുണ്ട്, അവരൊന്നും കയറുന്നില്ല. നമ്മൾ നേരെ പോയി കയറാമെന്ന് വിചാരിച്ചപ്പോൾ അതാ സൈഡിൽ കൂടെ വേറെ ആളുകൾ വന്ന് കയറി. സാധനം നമുക്ക് വേണ്ട സീറ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഡ്രൈവർ ക്യാബിനിലുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട സീറ്റ് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടി. അച്ചു മുമ്പിൽ ഓടിപ്പോയി നമ്മളെ സീറ്റ് പിടിക്കാൻ പോയി കേട്ടോ. ഈ മുമ്പ് പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട് ഷാമിൽ. അവനെ ഞാൻ കാണിച്ചു തരാം. ബസ്സിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ചുറ്റി കാണും. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാമിൽ. ഒക്കെ ഒരു പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ആളുകൾ ബസ് കയറുന്നുണ്ട്. അപ്പുറത്തെ സീറ്റൊക്കെ കാലി. ഞാനും വെച്ചു ഇങ്ങനെ ഓരോ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. സൈഡിൽ കൂടെ ഒക്കെ പിക്സലൊക്കെ ഓടി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ വെറുതെ ആളുകളൊന്നും കയറുന്നില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കിയതാ. അപ്പോൾ അതൊരു പട തന്നെ വന്നിക്ക്. ഈ ലൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും. ആ ലൈറ്റ് ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ ഇട്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവർ ഓരോ ലൈറ്റ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട്. മുകളിലത്തെ ലൈറ്റൊക്കെ പെട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കോരപ്പോയ പാലത്തിൻ്റെ അടുത്തെത്തി ഗൈസ്. പോകുന്ന വഴിക്ക് നിൽക്കുന്ന പോലെല്ലാം പാട്ട് ഡാൻസൊക്കെ ഇട്ട് നല്ല നിൽക്കലാണ്. പിള്ളേരൊക്കെ ഒരേ പൊളി തന്നെ. അവലൊക്കെ ഇരിക്കുന്ന കാര്യം തന്നെ നമ്മളും അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് പിന്നെ ഡാൻസൊന്നും കളിക്കാൻ ഇവലൊക്കെ ഡാൻസ് അടിപൊളി സ്റ്റെപ്പാന്ന് വിചാരിക്കും. പക്ഷേ ഏത് സ്റ്റെപ്പാണ് ഇടുന്നത് നമുക്ക് പോലും അറിയില്ല. ഞങ്ങളിത് അങ്ങനെ പോകുന്നവരത് ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൽ നിന്ന് അതിനും കല്യാണം. ചെക്കനും പെണ്ണും അവിടെ ഉണ്ട്. അങ്ങനെ കല്യാണം കണ്ട് പുറത്തിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ നല്ല ചൂട് മന്തിയാണ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കിട്ടി. അപ്പോൾ എന്നും പറയുന്നവരൊരു സബ്സ്ക്രൈബ് തന്നോളി.